വിവേകമുള്ള ഒരു പക്ഷിയും സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കാറില്ല. തരൂരിനെതിരെയാണ് ഒരു വിമർശനം നടത്തിയിരിക്കുന്നത് സുധാ മേനോൻ എഴുത്തുകാരി. ഇത് എന്തുമാത്രം ശരിയുണ്ട്? സ്വന്തം കൂട് അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? തരൂർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ നിൽക്കുകയാണ്. സ്വന്തം കൂട് പലതവണ വൃത്തിയാക്കാൻ നോക്കിയല്ലോ തരൂര്. എന്നിട്ട് കൂടെയുള്ളവർ അത് മുഴുവൻ അതിനേക്കാൾ കൂടുതലായിട്ട് കാഷ്ടിച്ചിട്ടിരിക്കുകയല്ലേ. പിന്നെ തരൂരിനെ എന്തിനാ കുറ്റം പറയുന്നത്? സ്വന്തം കൂട് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അവിടെ അതിനകത്ത് കഴിയുന്നവർ തന്നെയല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ല കോൺഗ്രസ്. അതുകൊണ്ട് തരൂര് പിന്നെ ഇപ്പം കോൺഗ്രസിനെതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം രാജ്യസ്നേഹം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ദേശവിരുദ്ധമായിട്ടും പ്രവർത്തിച്ചിട്ടില്ല. തരൂരാകെ കൂടി ചെയ്തത് കോൺഗ്രസിന് ഇഷ്ടമില്ലാത്ത കാര്യമെന്ന് പറയുന്നത്, അതായത് നമ്മുടെ രാജ്യം ഭീകരാക്രമണത്തെ എങ്ങനെ തുരത്തി എന്നുള്ളത് ലോകം മുഴുവൻ അറിയിക്കുന്ന പല സന്ദേശവാഹകരുണ്ടായിരുന്നു. അതിലെ ഒരു ഗ്രൂപ്പിൻ്റെ തലവനായിരുന്നു. അത് അദ്ദേഹം വിദേശങ്ങളിൽ പോയി വിശദീകരിച്ചു കൊടുത്തു. കാരണം തരൂര് ഇവിടെ കിടക്കുന്ന കോൺഗ്രസ്കാരെ പോലെ അല്ല, രാവിലെ കക്ഷത്തിൽ ഡയറി ഇടുക്കി വെച്ചുകൊണ്ട് ഇറങ്ങുന്ന ആളായിട്ടല്ല കാണേണ്ടത്. തരൂർ ഇത്രയും കാലം കഴിഞ്ഞ ഇടമെന്ന് പറയുന്നത് എവിടെയായിരുന്നു? വിദേശങ്ങളിലാണ്. അല്ലാതെ പിന്നെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി അത് ഒരു ഡയറി എഴുതി കക്ഷത്തിൽ വെച്ച് കുറച്ച് ഒരു കതർ ഷർട്ട് പൊടിഞ്ഞത് ഇട്ട് നേരെ ഇന്ദിരാഭവനിൽ വരികയോ അല്ലെങ്കിൽ DCC ഓഫീസിൽ ചെല്ലുകയോ അല്ല ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു വിശ്വപൗരനാണ് എന്നുള്ളത് കൃത്യമായിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ വിദേശങ്ങളിൽ വിശദീകരിക്കാൻ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വരവേൽപ്പ്, അദ്ദേഹത്തിൻ്റെ അനർഗളമായ ഭാഷ, സദസ്സിനെ പിടിച്ചിരുത്താൻ തക്കവണ്ണമുള്ള വാഗ്ധോരണി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിനെ വിലയിരുത്താൻ കഴിയില്ല. സാർ പറഞ്ഞതിനോട് ഓക്കെ, ചില കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം കൂട്ടിൽ നിരന്തരം കഷ്ടിക്കില്ല എന്ന് സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞു മറ്റുള്ളവർ അങ്ങനെ കഷ്ടിക്കുകയല്ലേ, ഓക്കെ, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്ന് വെച്ച് സ്വയം ഒരു ബോധം വേണമല്ലോ, ഞാനങ്ങനെ കഷ്ടിക്കാൻ പാടില്ല എൻ്റെ വീട്ടിൻ്റെ ബെഡ്റൂമിനകത്തല്ല എൻ്റെ ലിവിങ് റൂമിൽ എന്ന് ഓരോ വ്യക്തികളും ഇത്തരത്തിൽ സ്വയം ചിന്തിക്കുമ്പോഴാണല്ലോ അവിടെ ഈ പറയുന്ന വിവരവും അറിവും സാറി പറഞ്ഞ വിശ്വപൗരനും ഒക്കെ ആകുന്നത്. ഇത്രയും വലിയൊരു വിശ്വപൗരൻ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത് സ്വയം കാഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റുള്ളവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. അപ്പോൾ ഓരോ നേതാവും ചിന്തിക്കേണ്ടുന്ന കാര്യമുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ വിശ്വപൗരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനേക്കാളും രാഷ്ട്രീയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അറിവുള്ള ജ്ഞാനമുള്ള വ്യക്തികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ തന്നെ കാരണം അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന തരത്തിൽ കുറച്ചുകൂടി രാഷ്ട്രീയ തലത്തിൽ തന്നെ ഇറങ്ങാൻ കാരണം കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങൾ അന്നും കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ എതിർത്ത് പറയുമ്പോഴും കോൺഗ്രസ് അദ്ദേഹത്തിനെ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനെ അപ്പോഴേ അടിച്ച് പുറത്താക്കിയിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും അദ്ദേഹത്തിനെ ഈ പറഞ്ഞോണം മിണ്ടാതെ സഹിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ മേന്മ തന്നെയാണ്. തരൂരിനെ ആവശ്യം കോൺഗ്രസിനില്ല. തരൂർ അല്ലെങ്കിൽ മറ്റൊരാൾ അതിൻ്റെ സ്ഥാനത്ത് വരും. ഇപ്പോൾ BJPയിൽ തരൂരിനെ പോലുള്ള ഒരാളുണ്ടായിട്ടാണ് BJP കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അതൊന്നുമല്ല. തരൂരിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ തരൂരിൻ്റെ അറിവ്, തരൂരിൻ്റെ ജ്ഞാനം ഒരു പക്ഷേ കണ്ടെത്തിയത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് പാർട്ടി നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, രാജ്യസ്നേഹം തരൂരിന് മാത്രമല്ല, മറ്റെല്ലാ പ്രവർത്തകർക്കും ഉണ്ട്, എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട്, തരൂരിന് മാത്രമല്ല. തരൂർ അത് വ്യക്തമായി പറയുമ്പോഴും ചില കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ കേന്ദ്രം പ്രതിപക്ഷം ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. സ്വാഭാവികം. ഇപ്പോൾ CPM ചോദിച്ചിട്ടില്ല, CPI ചോദിക്കുന്നില്ലേ, അതുപോലെ തന്നെ കോൺഗ്രസും ചോദിക്കുന്നു. അത് സ്വാഭാവിക. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതി വിമർശിക്കും, ഭരിക്കുന്ന പാർട്ടിയെ വിമർശിക്കും. അത് ഈ പറഞ്ഞതുപോലെ യുദ്ധം വന്നാലും എന്ത് വന്നാലും വിമർശിക്കുക. അതിച്ചിരി അതിന് വിട്ടു എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായ സമയത്ത് ഞാൻ പറയുന്നത് ഒരു സമയമുണ്ട് അതിന്. ആ സമയത്ത് അവർ ഒരുപക്ഷെ ഇതൊക്കെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇത്രത്തോളം ട്രോളുകൾ വരില്ലായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷെ തരൂരിൻ്റെ സ്ഥാനം എന്താണ്? തരൂർ ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് ആ രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്ന് പാർട്ടിയും കൂടെ ബഹുമാനിക്കുന്ന തരത്തിൽ, പാർട്ടിയും കൂടെ അംഗീകരിക്കുന്ന തരത്തിൽ വേണം ചില തീരുമാനങ്ങൾ എടുക്കാൻ പറയാൻ. തരൂർ കാണിച്ച മഹാപോക്കൃത്തമെന്ന് ഞാൻ പറയും. കാരണം നിലമ്പൂർ ഇത്രയും വലിയൊരു പോളിംഗ് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ സമയത്താണ് തരൂർ പ്രസ്താവന ഇറക്കിയത്. അപ്പം എന്ത് സ്നേഹമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ളത്? സുധാ മേനോൻ പറഞ്ഞ കൃത്യമായ കാര്യമാണ്. വിവേകമുള്ള ഒരു പക്ഷിയും സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കില്ല.
വിവേകമില്ല തരൂരിന് വിവേകമില്ല. കുറേ പുസ്തകം വായിച്ചിട്ടോ കുറേ അറിവ് നേടിയിട്ടോ കാര്യമില്ല. കുറച്ച് വിവേകമാണ്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയോടൊരു ബഹുമാനവും സ്നേഹമാണ്. ഇതൊന്നും ഇല്ലാത്ത വ്യക്തി സ്വന്തം കൂട്ടിൽ ഒരു നിരന്തരം ഒരു പക്ഷി എങ്ങനെയാണോ കഷ്ടിക്കുന്നത് അതിന് തുല്യമാണ്. തരൂരിനെ തന്നെയാണ് ചീത്തയാക്കിയത്. അല്ല, തരൂര് മുമ്പ് പലതവണ ഈ കൂട് ശുദ്ധീകരിക്കാൻ നോക്കിയതാണ്. പലതവണ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് തന്നെ വന്ന് കോൺഗ്രസിനെ സംശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിന്നു. അത് കഴിഞ്ഞ് അവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് മത്സരമുണ്ടായി. ഈ സമയങ്ങളിലെല്ലാം തന്നെ തരൂരിനെ ഒതുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പം ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തെ മുഴുവൻ തകർത്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ തരൂര് തന്നെ തീരുമാനിച്ചു, ഞാനിനി എൻ്റെ വഴി തേടാം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ തീർത്തും താറടിച്ചുകൊണ്ട് തന്നെയാണ് തരൂര് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ തരൂർ ചെയ്ത കുറ്റം എന്തുവാ? വിദേശങ്ങളിൽ പോയി ഇത് കേന്ദ്രം ഇത്രയും പറഞ്ഞിട്ടും മോസ്കോയിലോ എവിടെ വെച്ചാണല്ലോ തരൂർ ഇപ്പോൾ ഒരു പ്രസ്ഥാനം നടത്തിയത്, ഞാൻ BJP-യിലേക്കേ ഇല്ലെന്ന്. അല്ല, ഇത്രയും മോദി ഇഷ്ടമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ BJP-യോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി, രാജ്യത്തിനോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി പൊയ്ക്കോട്ടെ. കോൺഗ്രസിന് എന്തിനാണ് ഇത്രയും? നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം BJP-യിലേക്ക് ആണെന്നല്ല അർത്ഥം. അങ്ങനെ ആകണമെന്നില്ലല്ലോ. അതാണ് മല്ലികാർജുൻ ഖാർഗെക്ക് രുചിക്കാതെ വന്ന കാര്യം. രാഷ്ട്രത്തിനേക്കാൾ വലുതാണ് മോദി എന്നൊക്കെ പറഞ്ഞ് ഖാർഗെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് ഇടയ്ക്ക് തരൂർ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കഴിവുകൾ ഉപയോഗിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതാണ് ശരി. തരൂരിനെ ഉപയോഗിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് തരൂരിനെ ആവശ്യമില്ല. അദ്ദേഹത്തിന് പോകണമെങ്കിൽ പോകാം. അത് ഇനിയിപ്പോ ഹൈക്കമാൻഡ് അടുത്ത തീരുമാനം എടുക്കുമല്ലോ, ഇങ്ങ് വരാൻ കാത്തിരിക്കണമല്ലോ. അപ്പോൾ അവരൊരു തീരുമാനം എടുക്കും. ഒന്നുകിൽ മയപ്പെട്ട് നല്ല രീതിയിൽ നിൽക്കുക, നല്ല നടപ്പ് നടന്ന പാർട്ടിയിൽ നിൽക്കാം. അല്ലെങ്കിൽ അത് ഒരു പാർട്ടി, ഞാനിപ്പോൾ തരൂരിനെ വ്യക്തിപരമായിട്ട് ഞാനൊരു ഹത്യ ചെയ്യുക അങ്ങനെയൊന്നും അല്ല. തരൂർ എടുക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങൾ നല്ലതാണ്. പക്ഷെ നമ്മളതൊരു രാജ്യസ്നേഹി മാത്രമായിരിക്കണം. അല്ലെങ്കിൽ രാജ്യത്തിലെ ഔദ്യോഗിക പദവി വഹിക്കുന്ന വെറും ഒരു ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ തരൂർ പറഞ്ഞതിനോട് ഞാൻ യോജിച്ചേനെ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി നിൽക്കും, പ്രത്യേകിച്ച് എതിർ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടി എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്, അതിനോട് അനുകൂലമായിരിക്കണം, അല്ലെങ്കിൽ സ്വരച്ചേർച്ച വരും. ഏതൊരു പാർട്ടി എടുക്കുന്നത്, ഇപ്പോൾ BJP-യിൽ ഇത്തരത്തിൽ മോദി പറയുന്ന ഒരു പ്രസ്താവനയ്ക്ക് എതിരായിട്ട് അമിത്ഷാ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ഏതൊരു പാർട്ടിയെയും അംഗീകരിക്കുന്ന ആ ഒരു ഡിസിപ്ലിൻ തരൂർ ഇത്രയും അറിവും വിവേകവും ഉള്ള ഒരു വ്യക്തി സ്വീകരിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അല്ല, ഇത്രയും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തരൂരിനെതിരെ നടപടി സ്വീകരിക്കണമായിരുന്നു. തരൂരിനെതിരെ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. തരൂര് വരുമ്പോൾ എന്തായാലും അവർ ചർച്ചകൾ നടത്തും. തരൂരൊട്ട് ഇറങ്ങിപ്പോകാനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കാണാമെന്ന് ചോദിച്ചാൽ തരൂരിനെതിരെ നടപടി എടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത്. അതിനൊട്ടും കോൺഗ്രസിന് ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ പോയി കഴിയുമ്പോൾ അല്പം ജനപിന്തുണ നഷ്ടപ്പെടാനുള്ള സാധ്യത. അത് ഒരു ഭാഗം ഞാൻ യോജിക്കുന്നു. കാരണം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പക്ഷേ തരൂരിനെ പുറത്താക്കുകയോ അത്തരത്തിലുള്ള ഇത് ചെയ്താൽ RSS ഒരു ഫാൻ അസോസിയേഷൻ തന്നെ ഇപ്പോൾ തരൂരിനുണ്ട്. തരൂരിന് ഇപ്പം മൊത്തത്തിൽ എല്ലാ പാർട്ടിയിൽ നിന്നും ഒരു ഫാൻസ് ഉണ്ട്. ആ ഫാൻസ് എന്ന് പറയുന്ന ഒരു വലിയ ജനക്കൂട്ടം തന്നെയാണ്. ആ ജനക്കൂട്ടത്തിൻ്റെ വോട്ട് ഒരു പക്ഷേ കോൺഗ്രസിന് നഷ്ടമാകാതിരിക്കാനായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ഇത് മയപ്പെട്ട് നിൽക്കുന്നത്. എന്നാലും തരൂരിനോട് സംസാരിക്കുക തന്നെ ചെയ്യും. കാരണം അങ്ങനെ ഒരു വ്യക്തിയെ ചുമക്കേണ്ടുന്ന ബാധ്യത കോൺഗ്രസിനില്ലല്ലോ. ചോറ് ഇങ്ങും എന്നുള്ള ഒരു ഇത് ഇവിടെ ആവശ്യമില്ലല്ലോ. പുള്ളിക്ക് എവിടെയാണോ കൂറ്, എവിടെയാണോ ചോറ്, അവിടെ പൊയ്ക്കോട്ടെ. അത് ഏതൊരു പാർട്ടിയുടെ നേതാവാണെങ്കിൽ പാലിക്കേണ്ടുന്ന കാര്യം തന്നെ. അതിന് ഞാൻ തരൂരിനോടൊപ്പം നിൽക്കുന്നത്. ചില കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം രാജ്യാന്തര തലത്തിൽ ഈ ഒരു കാര്യവുമായി പോയപ്പോൾ തന്നെ അതിനെ മുൻനിർത്തി ഒരു പക്ഷേ ഹൈക്കമാൻഡുമായിട്ട് സംസാരിക്കുന്ന ബാധ്യസ്ഥ അദ്ദേഹത്തിനുണ്ട്. നിലമ്പൂർ ഇലക്ഷനിൽ പോലും അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് ഇട്ടിരുന്നു. ഇവിടെ നിന്ന് താരപ്പൊലി വലിച്ച് സ്വീകരിച്ചു കൊണ്ടുപോകണം. അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം അവിടെ ചെല്ലുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് PA ആരാന്ന് വെച്ചാൽ വിളിച്ചു, ഞാൻ ഇന്ന ദിവസം വരും. അവർ പൊന്നെ പോലെ എല്ലാം അറേഞ്ച് ചെയ്യും. ഒരു കണക്കിന് അദ്ദേഹം പോവാഞ്ഞത് നിലമ്പൂർ ഇലക്ഷന് വലിയൊരു ഭൂരിഭാഗം വോട്ട് കിട്ടാൻ സാധ്യതയായി, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടെല്ലാം ഇപ്പം പോയേനെ. അപ്പോൾ ഒരു കണക്കിന് തരൂർ ചെല്ലാഞ്ഞ് കാര്യമായി. പക്ഷേ പോയിരുന്നാൽ അവർ വേണ്ടുന്ന രീതി സ്വീകരിക്കാതിരിക്കുകയൊന്നുമില്ല. എന്നിട്ട് അത് പോവാത്തതിൻ്റെ ഇതിൽ ഇവിടെ വന്ന് വാർത്താ സമ്മേളനം കൊടുത്ത് മൈക്കും പിടിച്ച് കുറേ മാധ്യമ പ്രവർത്തകർ കാത്തിരിക്കുക, വലിച്ചു കീറാൻ കോൺഗ്രസിനെ ഒട്ടിക്കാൻ.
പക്ഷെ അതിൻ്റെ ഇടയിലോട്ട് കടന്നൽക്കൂട്ടിൽ കല്ലെറിയും പോലെ പോളിംഗ് നടക്കുന്ന സമയത്ത് അത് ഒരു നല്ല രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണിയല്ല. ഒരു വിഭാഗം നേതാക്കൾ അവിടെ കഠിനാധ്വാനം ചെയ്ത് പ്രചരണം ചെയ്ത് എത്രയോ മഴയും വെയിലും കൊണ്ട് അവർ നമ്മുടെ പിണറായിസത്തിനെതിരായിട്ട് അവിടെ പറയുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ തരൂർ ചെയ്തത് മഹാബോർ പരിപാടി തന്നെയാണ്.